അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവിൽ രാകേഷ് രാഘവൻ പുല്ലാട്ടുകുന്നേലിന്റെ 4 പശുക്കളെ കടുവ കൊലപ്പെടുത്തിയതിൽ സ്ഥലത്ത് വ്യാപക പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത്. ഏകദേശം 20 ലിറ്ററിലധികം പാൽ ലഭിക്കുന്ന 2 പശുക്കളടക്കം 4 പശുക്കളെയാണ് കടുവ കൊന്നത്. പുലർച്ചെ പശുവിനെ കറക്കാനായി വീട്ടുകാർ തൊഴുത്തിലെത്തിയപ്പോഴാണ് 4 പശുക്കളും ചത്തുകിടക്കുന്നതായി കാണപ്പെട്ടത്. തുടർന്ന് സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. കൊന്നത് കടുവയാണെന്ന് പ്രദേശവാസികൾ സംശയം പറഞ്ഞിരുന്നു. സംഭവത്തെ തുടർന്ന് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവരും സ്ഥലത്തെത്തി. തുടർന്ന് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയാണ് കടുവ തന്നെയെന്ന് സ്ഥിരീകരിച്ചത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിന്നി വിശ്വനാഥൻ തുടങ്ങിയവരോട് നാട്ടുകാർ ആവലാതികളും പരാതികളും പറഞ്ഞു. ഈ അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവിൽ രാകേഷിന്റെ തൊഴുത്തിൽ കെട്ടിയ 4 പശുക്കളെ, അതിൽ 2 കറവ ഉള്ള പശുക്കളാണ്, 2 വളർച്ചയായ പശു കുട്ടികളാണ്. 4 ഇന്നലെ രാത്രിയിൽ കടുവ കഴുത്തിന് ആഴത്തിൽ മുറിവേൽപ്പിച്ച് ചോര ഒലിച്ച് ചത്തുകിടക്കുന്ന ചിത്രമാണ് രാകേഷിൻ്റെ അമ്മ ഇവിടെ രാവിലെ 6 മണിക്ക് പശുവിനെ കറക്കാൻ വന്നപ്പോൾ കണ്ടത്. അവരെന്താണെന്ന് മനസ്സിലാക്കാതെ അവർ ഭയന്ന് നാട്ടുകാരെ വിളിച്ചു വരുത്തി അവരെ വന്ന് തൊഴുത്തിൽ പരിശോധിച്ചപ്പോഴാണ് ഈ കടുവയുടെ കാൽപ്പാടുകളും കടുവയുടെ നഖത്തിൻ്റെ പാടുകളും കഴുത്തിൽ ശരീരത്തിൽ കാണുകയും ചോര വാർന്ന നിലയിൽ ഇതിനെ കൊണ്ടുപോകാൻ ഒരുപക്ഷെ കഴിയാത്തത് ഇത് തൊഴുത്തിൽ നന്നായിട്ട് കെട്ടിയിട്ടിരുന്ന പശുക്കളാണ്. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഏതായാലും ഈ സംഭവം അറിഞ്ഞു ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും ഇവിടെ എത്തി. അവരെന്നെ വിവരം അറിയിച്ചു. ഞാൻ DFOയെയും ബഹുമാനായ മന്ത്രി CK ശശീന്ദ്രനെയും വിളിച്ചിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ CCFനെ തിരിച്ചു വിളിച്ചു. അദ്ദേഹം കാസർഗോഡാണുള്ളത്. CCF വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇതിനെ പോസ്റ്റ്മോർട്ടം നടത്തണം. ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനമാണ്. രാകേഷ് ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി കൂടിയാണ്. എങ്കിൽ പോലും ആ യുവാവ് കഠിനാധ്വാനം ചെയ്ത് സ്വയം തൊഴിൽ കണ്ടെത്തിയാണ് ഈ കന്നുകാലികളെ വളർത്തി പാല് വിറ്റ് ജീവിക്കുന്ന അമ്മയുടെ സഹായത്തോട് ലോൺ 5 ലക്ഷം രൂപയുടെ ലോണ് കേരള ബാങ്കിൽ നിന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം എത്ര കണ്ട് ഇതിന് നഷ്ടം വന്നിട്ടുണ്ടോ, ആക്ച്വൽ നഷ്ടം, പിന്നെ അവർക്കിത് സംരക്ഷിക്കാനുള്ള ചെലവും ഗവൺമെന്റ് കൊടുക്കണമെന്ന് ഞാൻ മിനിസ്റ്ററോടും ഇപ്പോൾ CCFനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്രയും വേഗം ചെയ്യണമെന്ന് ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിനെ മറവ് ചെയ്യണം. രണ്ടാമത് ഇപ്പം തന്നെ കടുവയുടെ മുഴക്കം, ശബ്ദം, കടുവയുടെ മുരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം സമീപത്തുള്ള ആളുകൾ റബ്ബർ ടാപ്പിങ്ങിന് ഇപ്പോൾ കശുവണ്ടി സീസൺ വന്നാൽ കശുവണ്ടി വറക്കാൻ, കന്നുകാലികൾക്കുള്ള പാല് കറക്കുന്നതിനും പാല് സൊസൈറ്റിയിൽ എത്തിക്കുന്നതിനും ഒക്കെ രാവിലെ തോട്ടങ്ങളിലേക്കും പറമ്പുകളിലേക്കും നാട്ടിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ്. അപ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്ക്, ഈ പ്രദേശത്തെ ആളുകൾക്ക് അവരുടെ ഭയാശങ്ക മാറ്റാനുള്ള അടിയന്തര നടപടി, കടുവയെ പിടികൂടണം എന്ന് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നു. അതിനേക്കാൾ അപ്പുറത്തെന്തെങ്കിലും വേണമെങ്കിൽ അത് ഗൗരവത്തിൽ ആലോചിക്കണം. ഏതായാലും മിനിസ്റ്ററുമായിട്ടും CCFുമായിട്ടും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എത്രയും വേഗത്തിൽ ഉണ്ടാകണം. പഞ്ചായത്ത് പ്രസിഡന്റും ആളുകളും ഇവിടെ നിന്നുകൊണ്ട് തന്നെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നു. ഈ ചെറിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് ലക്ഷണങ്ങൾ, കടുവയുടെ സാന്നിധ്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഗൗരവത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ കാത്തു നിൽക്കാതെ തന്നെ അതിൻ്റെ വലിയ ഗൗരവത്തിൽ, നേരത്തെ ഒന്നും കടുവ ഉണ്ടായിരുന്നില്ല. കടുവയില്ലാത്തപ്പോൾ നമ്മളാരും കടുവയെ പിടിക്കാൻ പറയാറില്ല. ആനശല്യമായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. ഈ അടുത്ത 1-2 വർഷത്തിനിടയിലാണ് ഈ ജനവാസ മേഖലയിൽ കടുവയെ കാണുന്നത്. അത് കൊട്ടിയൂര് കണ്ടു, ഗളകത്ത് കണ്ടു, അങ്ങനെയുള്ള സ്ഥലത്ത്, കണിച്ചാറിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് കണ്ടതെങ്കിൽ ഇപ്പോൾ പാലത്തുംകടവ് പ്രദേശത്ത് ആളുകൾ ആനയുടെ മാത്രമല്ല, ഇത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. അതിലേക്കാണ് ഞാൻ വനംവകുപ്പിൻ്റെ അടിയന്തര ശ്രദ്ധ. ഇവിടെ വാച്ചന്മാരും സംവിധാനവും കാവലിനായിട്ട് ഉണ്ടാകണം. മിനിസ്റ്റർ ഞാൻ ഒന്നുകൂടി ഇവിടെ വന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ഒന്നുകൂടി ഞാൻ മന്ത്രിയെ അറിയിക്കുന്നതാണ്. പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം ഈ സംഭവത്തെ തുടർന്ന് ആശങ്കയിലും ഭയത്തിലുമാണ്. ഇനിയെങ്കിലും വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ശക്തമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊലപ്പെടുത്താനോ അതല്ലെങ്കിൽ കൂട് സ്ഥാപിച്ച് പിടികൂടി കൊണ്ടുപോകണമെന്നുമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. ഒരു മനുഷ്യജീവൻ പൊലിയുന്നതുവരെ അധികൃതർ കാത്തു നിൽക്കരുതെന്ന ആവശ്യം ശക്തമായി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുകയാണ്. അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവ് വാർഡിൽ ബാരാപ്പോൾ പദ്ധതി പ്രദേശത്തുള്ള രൂപേഷ് രാഘവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാമിലെ 4 പശുക്കളെയാണ് ഇന്നലെ രാത്രിയിൽ എന്തോ വന്യമൃഗം വന്ന് ആക്രമിച്ച് കൊന്നിട്ടിരിക്കുന്നത്. തീർത്തും നിരാലംബരായ ആ കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗമായിരുന്നു അത്. നമുക്കറിയാം, ഡയാലിസിസ് പേഷ്യൻ്റായ അദ്ദേഹം എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്തിട്ടാണ് ജീവിതം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ആ യുവ കർഷകൻ്റെ ഒരു ജീവിതം ഇപ്പോൾ താറുമാറായിരിക്കുകയാണ്. ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരവും അതുപോലെ ഇതിനുള്ള പരിഹാരവും ഈ വന്യമൃഗത്തെ
കൊല്ലുന്നതിനോ അല്ലെങ്കിൽ കൂട് വെച്ച് പിടിച്ച് ഇതിനെ മാറ്റുന്നതിനോ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് കിട്ടാതെ ഇവിടെ വന്ന ജനപ്രതിനിധികളെയും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും അതൊക്കെ നേരം ഇവിടെ തടഞ്ഞു വെക്കാൻ തന്നെയാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി എടുത്തിരിക്കുന്ന തീരുമാനം. അത് വിജയിക്കുന്നതിനും വരെ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. ഡയാലിസിസ് രോഗി കൂടിയായ രാകേഷ് ലക്ഷങ്ങൾ ലോണെടുത്താണ് പശുക്കളെ വളർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ രാകേഷിന് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്നും MLA സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.